മലപ്പുറത്തു നിന്ന് തിരൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സമരം. സ്കൂളിന് മുന്നിലെ റോഡ് ഉപരോധിക്കുന്നു. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സമീർ, ഇങ്ങനെ സ്കൂളിന് മുന്നിലെ ഒരു റോഡ് ഉപരോധിച്ചൊരു സമരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്താണ് അത്രയും മോശമായ സാഹചര്യമാണോ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ? ഗോകുൽ, ഇത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ വേണ്ടത്ര ഭൗതിക സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് കുട്ടികളുടെ പരാതി. സാധാരണഗതിയിൽ 25 കുട്ടികൾക്ക് ഒരു ശുചിമുറി എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഇവിടെ അതിന്റെ ഇരട്ടിയിലധികം കണക്കെടുത്താൽ പോലും ശുചിമുറി എണ്ണത്തിൽ കുറവുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് പുഴ വീഴുന്നു എന്നുള്ള പരാതിയും കുട്ടികൾ പറയുന്നു. അതായത് ഓടി മേഞ്ഞ പല കെട്ടിടങ്ങളുമുണ്ട്. മഴ പെയ്തതോടുകൂടി ഈ പുഴുവെല്ലാം തന്നെ ഇവരുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുട്ടികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്? സാർ, ഞങ്ങളവിടെ രാവിലെ അവിടെ ക്ലാസ് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടീൻ്റെ മേത്ത് പുഴു വീണ് ഞങ്ങൾ എന്താക്കി ആ പോട്ടെ. അപ്പോൾ ഞങ്ങൾ മിസ് പറഞ്ഞു സാരില്ല പോട്ടെ അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് തട്ടിക്കളഞ്ഞ്. പിന്നെ എന്താക്കി, പിന്നെ ഉണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചോർക്ക് പുഴു വീണ്. ഇത് എത്ര കാലമായിട്ടുള്ള പ്രശ്നമാണ്. ഞങ്ങൾ ഗേൾസ് കുട്ടികളായിട്ട് മാത്രമാണ് സാർ ഇങ്ങനെ ബാത്റൂം കണ്ടിക്കണ ഒട്ടും വൃത്തിയില്ലാതെ ബാത്റൂം. ഇവിടെ ഗേൾസിന് ആകപ്പാടെ ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന് അറിയാം. ആകപ്പാടെ 4 ബാത്റൂം അവിടെ ഉള്ളത്. പാമ്പിന് വരെ കണ്ടിട്ട് ഓട്ടോ ചെയ്യാത്ത ബാത്റൂം കണ്ടാൽ വലിയ കാര്യമാണ്. എന്തെങ്കിലും വന്ന് കയറിയിരുന്നാലും ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ബാത്റൂമാണ്. ബാത്റൂം പോട്ടെ, ഒരു നല്ല രീതിയിൽ ഒരു ക്ലാസ് റൂമില്ല. ഒരു കാറ്റ് വീശിയാൽ പൊണ്ണാടാണല്ലോ ക്ലാസ് റൂമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ടെങ്കിലും ഒന്നിനും ഞങ്ങളൊക്കെ പിന്നെ സ്കൂളല്ലേ, പൊതുസ്ഥാപനങ്ങളല്ലേ, നമ്മൾ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അത്രയും പേഴ്സിലാണ്. ഇവിടെ എപ്പോഴാ പൊളിഞ്ഞു വീഴുക, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങൾ അതെ ഭയങ്കര പേടിച്ചപ്പോ സ്റ്റാഫ്മാരാണെങ്കിലും ടീച്ചേഴ്സ്മാരാണെങ്കിലും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഇനി പുതിയതായിട്ട് 2 ബാച്ച് വരാൻ പോവാ. എവിടെ ഇരുത്താനാണ്? ബസ്സിൽ കയറ്റി ഇരുത്തുവോ? വെറുതെ ഇവിടെ 2 ബാച്ച് കൂടെ വരാൻ പോവാ. 2 ബാച്ച് കൂടുതൽ. നീ എവിടെ ഇരിക്കാനാണ്? ഇവിടെ സ്ഥലമില്ല, നല്ലൊരു ലൈബ്രറി ഇല്ല, ബാത്റൂം ഇല്ല. ഗേൾസ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റത്. ഗേൾസ് ആയതുകൊണ്ടാണ് ഇത്ര വേല ഞങ്ങൾക്ക് തരാത്തത്. നാളെ പറഞ്ഞ് കുറെ ദിവസമായി. ഗോകുൽ, വിദ്യാർത്ഥികൾ കഴിഞ്ഞ പ്രശ്നമില്ല. കാരണം ഞങ്ങൾ അത്രയും സ്ട്രഗിൾ 1-1.5 കൊല്ലമായി ഞങ്ങൾ ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്തില്ല. അത്രയും ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മണിക്കൂറോളമായി ഇവിടെ വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം തുടങ്ങി ഇത്ര നേരമായിട്ട് സ്കൂൾ അധികൃതർ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ പോലെയുള്ള ആളുകൾ, റോഡ് കൂടി തടസ്സപ്പെടുന്ന ഒരു സമരമാണല്ലോ, ആരെങ്കിലും അതിനകത്ത് ഇടപെട്ടോ? പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ? ഗോകുൽ, നിലവിൽ കുട്ടികൾ പറയുന്നത് പല തവണ PTA-യുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ ആരും ബന്ധപ്പെടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അധ്യാപകർ കാര്യമായി ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് ഇവരുടെ വിദ്യാർത്ഥികൾ പരാതിയായി പറയുന്നത്. നിങ്ങൾ ഹെഡ്മാസ്റ്ററോട് പ്രിൻസിപ്പളോട് സംസാരിച്ചിരുന്നോ? അവര് പറഞ്ഞു അവര് യാതൊരു പ്രതികരണവും ഇല്ല. ഞങ്ങളായിട്ട് ഞങ്ങൾ തീരുമാനം എടുക്കാൻ അവർ പറയണേ. ഞങ്ങൾ ഇതിന്റെ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനാണ് അവർ പറയണത്. പഠിച്ചിരുന്ന ക്യാമ്പസ് ആണിത്. ഇപ്പോഴും അതേപോലെ തന്നെ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും കാലഘട്ടമായിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിപ്പോ സമരം തുടങ്ങിയതിനു ശേഷം അധ്യാപകർ എന്താ പറയുന്നത്? അവര് പറഞ്ഞു ഉള്ളിൽ കയറി. ഞങ്ങൾ നേരത്തെ ഇവിടെ എല്ലാരും നേർന്നിരുന്നതേനെ. ഇവര് കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതേ. ഇതിനു മുമ്പൊക്കെ ഒരു വട്ടം നാളെ പറയാതെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവാണ്. ഞങ്ങൾ വീണ്ടും അതിന്റെ ഇരിക്കാനാണ് അവരെ പ്രതികരണം. ഓരോ ഇതുമില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കുട്ടീന്റെ മേത്ത് പുഴു, ചൊറിയണ പുഴു ഇവിടെ മിച്ച എന്താണ് നിങ്ങൾ നേരത്തെ പരാതി പറഞ്ഞിരുന്ന വിഷയത്തിൽ? പറഞ്ഞിരുന്നു. ഞങ്ങൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം എന്നല്ല പറയണത്, ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ അവർ പറയണത് TC തരുന്നതാണ്. TC തരുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ഈ പുഴു ശല്യം ഒരുപാടായി തുടങ്ങിയത്. എങ്ങനെയാണ് പുഴു വരുന്നത്? കുറെ കാലമായി. ഞങ്ങൾ ഈ ശല്യം ഉണ്ടായ സമയത്ത് മറ്റേ സാധനം ഉണ്ടല്ലോ, മരുന്നടിച്ച് ഞങ്ങൾക്ക് മരുന്നടിച്ചു. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കൂടാന്നല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ പുഴ അടിച്ച ക്ലാസ് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കണം. അങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണത്തൊക്കെ വീണതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാരെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണിത്. ഒരുപാട് അവരൊക്കെ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് അവരുടെ രീതിയിൽ എപ്പോഴും ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പുഴ മുകളിൽ നിന്ന് വീഴാണ് ചെയ്യാം. എലി, നായ, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. എല്ലാ സാധനവും ഉണ്ട്. ഓരോ സ്കൂളുകളും ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ സ്കൂളിന്റെ പരിമിതികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുതിയ കുട്ടികൾ, ഞങ്ങൾ വന്ന് 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ അരടനെ കണ്ടു. പോരാത്തിന് പുഴു ഞങ്ങളുടെ മേത്തേക്കാ വീണത്. ഞങ്ങൾ പുതിയതായിട്ട് വന്ന കുട്ടികളാണ്. തവള വന്നു.
ഗോകുൽ, നിലവിൽ പിന്നെ തിരൂർ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി കുട്ടികളുമായി ചർച്ച നടക്കുകയാണ്. ഇവരുടെ ആവശ്യം തികച്ചും ന്യായമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഒരു കാര്യം, അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കൊക്കെ പകരം അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്നതിനും അതിനു വേണ്ടിയുള്ള ഒരു പകര സജ്ജീകരണം ഒരുക്കുന്നതിന് പകരം ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു അധ്യാപകരുടെ നിലപാടെന്ന് തോന്നുന്നു. അതായിരിക്കും. പക്ഷെ അന്ന് എല്ലാം മറികടന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധം ഒരു ക്യാമ്പസിൽ ഈ അടുത്തെങ്കിലും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അത്ര ഗതികേടുണ്ട് അവർക്ക് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ വാക്കുകളിൽ നിന്നും ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഇങ്ങനെ ഈ ഗതികേടിലേക്ക് കൊണ്ട് എത്തിച്ചതും ഈ അധികാരികളല്ലേ? തീർച്ചയായും ഗോകുൽ, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം നേരത്തെ പലതവണ കുട്ടികൾ പരാതി പറയുമ്പോഴും വിദ്യാർത്ഥികളോട് അധ്യാപകർ PTA പറഞ്ഞുകൊണ്ടിരുന്നത് നിലവിൽ നമുക്കിത് പരിശോധിക്കാം അല്ലെങ്കിൽ പരിഹരിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു പരിഹാരവുമില്ല. മാത്രമല്ല, ഇന്ന് രാവിലെ ഒരു കുട്ടി ഇന്ന് ഉച്ചയോട് കൂടി ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ടിഫിൻ ബോക്സ് തുറന്ന സമയത്ത് മുകളിൽ നിന്നും ഒരു പുഴു ഭക്ഷണത്തിലേക്ക് വീണു എന്നുള്ളതാണ് നിലവിൽ ഈ സമരത്തിന് കാരണമായിരിക്കുന്ന വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിലവിൽ വിദ്യാർത്ഥികൾ ഇവിടെ സമരം തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസുമായി കുട്ടികൾ സംസാരിക്കുകയാണ്. വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ചാപ്റ്റർ ദ 3 L's ഓഫ് എംപവർമെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ ഫസ്റ്റ്. അങ്ങനെ എംപവർ ആവണം, സ്ത്രീകൾ എംപവർ ആവണമെന്ന് മാത്രം പറഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള നടപടി എടുക്കണോ? ഇവിടെ അങ്ങനെ നടപടി ഇല്ല. ഇവിടെ തൊട്ടടുത്ത ബോയ്സ് സ്കൂൾ അവിടെ ഇങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ള സൗകര്യം കുറഞ്ഞു വരികയാണ്. നേരത്തെ പ്രതിഷേധിച്ച കുട്ടിക്ക് TC കൊടുത്തോ? അല്ല, TC കൊടുക്കും. ഞങ്ങൾ അവിടെ പോയി ഞങ്ങളെ റൈറ്റ് ചോദിക്കണത് ഇവിടെ തെറ്റാണ്. അതാണ് ഇവർ പറയുന്നത്. പെൺകുട്ടികളെ ചുവര് 4 സൗണ്ട് ഈ 4 ചുവരിന്റെ ഉള്ളിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. അത് പഴയ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റൈറ്റ് ആണ്. ഞങ്ങൾക്ക് അത് കിട്ടണില്ല. ഞങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കണേ എവിടെ കൊണ്ടേ ഇരുത്തുന്നു ഞങ്ങൾക്ക് പോലെ അറിയില്ല. ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ ക്ലാസ് ഇല്ല. പിന്നെയാണ് ഇവര് പുതിയ 2 ബാച്ചിനെ 40 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സാണ്. അതിൽ 65 കുട്ടികൾ ഇരുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പൊ അടുത്ത് MLA ഇവിടെ വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചു. 30 ബാത്റൂം 2 ക്ലാസ് റൂം നിർത്തി. അത് അവിടെ പറഞ്ഞ് ഉദ്ഘാടനം കഴിച്ച് പോയി. പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല. ബാത്റൂം ഉപയോഗിക്കാറില്ല. അത് കിട്ടിയിട്ടില്ല. അവിടെ അങ്ങനെ സംഭവം ഇല്ല. പേരിന് ഞങ്ങളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത്ര പറഞ്ഞിട്ടുള്ളൂ. മോളെ, ഈ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? ഞങ്ങൾ തുടരും. ഞങ്ങൾ ഇവിടുന്ന് പിന്മാറാൻ ഒരു ചാൻസും ഇല്ല. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം വരാതെ ഞങ്ങൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ഈ സമരം തുടങ്ങിയതിനു ശേഷം അധ്യാപകർ എന്താ പറയുന്നത്? അവർ ഞങ്ങളുടെ ഉള്ളിൽ കയറാനാ പറയുന്നത്. ഉള്ളിൽ കയറാൻ നമുക്ക് അധ്യാപകരുടെ കൂടി പ്രതികരണം തേടേണ്ടതുണ്ട് വിഷയത്തിൽ. കാരണം കുറെ അധികം നേരമായി ഇത്രയധികം ചെറിയ മക്കൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ അധ്യാപകർക്ക് ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. സർ, നിലവിൽ കുട്ടികളുടെ സമരം ന്യായമാണ്. എന്താണ് അവർ പറയുന്നത്? കുട്ടികൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ ന്യായമാണ്. എന്താണ് അവർ പറയുന്നത്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂളിൽ സൗകര്യം ഇല്ല എന്നുള്ളത് സത്യമാണ്. സൗകര്യം എന്ന് പറഞ്ഞാൽ ഒക്കെ ഓടിട്ട റൂമുകളാണ് ഉള്ളത്. അപ്പോൾ ഓടുള്ള റൂമുകളായതുകൊണ്ട് അതിൽ പിന്നെ വർഷക്കാലം ആകുമ്പോൾ പിന്നെ ഈ ചേരട്ട പോലത്തെ ചില പുഴുകൾ വീഴുന്നുണ്ട്. ആ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പുഴു ആയിക്കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ പിന്നെ ആ പുഴു ഇപ്പം ഇന്ന് ഒരാളെ ഭക്ഷണത്തിലേക്ക് വീണെന്നാണ്. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ പോയ സമയത്താണ് വീണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടികളും കൂടെ പുറത്തേക്ക് ചാടിയത്. അപ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിൽ മരുന്നൊക്കെ അടിച്ചിട്ട് അത് ശരിയാക്കി കൊടുക്കലാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരു പുഴു വീണ് അതിപ്പോൾ പിന്നെ അതിൻ്റെ ഓടിൻ്റെ ഉള്ളിൽ വീണ്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടായിരിക്കും വീണ്ടുണ്ടാവുക. പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലും മറ്റിടത്തൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഈ പുഴു നേരത്തെ തന്നെ പുഴുവിന്റെ ശല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇതുവരെ എന്തുകൊണ്ട് ഇതിൽ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾ സീലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ മഴക്കാലത്താണ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സീലിംഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. സീലിങ്ങിന് ആൾക്കാരെ പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് അടുത്ത ദിവസത്തിനുള്ളിൽ സീലിങ്ങിന് ആള് വരും ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഒരുപാട് സമയമായിട്ട് വെയിലത്ത് നിന്ന് ചെറിയ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ സമരത്തിന് എന്താണ് ഒരു പരിഹരിക്കാൻ എന്താണ് ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നത്? കുട്ടികൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് കുട്ടികൾ കണ്ട് വന്നുകൊണ്ടിരിക്കണില്ല. അവർക്ക് വാക്കുകളിൽ വിശ്വാസമില്ല എന്ന് അവർ പറയുന്നത്. കാരണം നേരത്തെ പല തവണ ഇത്തരത്തിലൊക്കെ പരാതി പറയുമ്പോഴും നടപടി എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ നടപടി ഉണ്ടാവാറില്ല. അതുകൊണ്ട് അതാണ് സമരം തുടരുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നടപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്നാലും പുഴുവിന് മരുന്നടിക്കൽ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തം ഒരു ക്ലാസ് റൂം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. താങ്കൾ നിസ്സഹായനാണെന്ന് അറിയാം. സർക്കാർ സ്കൂളാണ്. പക്ഷെ എങ്കിൽ പോലും ചോദിക്കുകയാണ്, വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള ശുചിമുറികളും അതോടൊപ്പം തന്നെ നല്ലൊരു ശുചിമുറി ഈ സ്കൂളിലുണ്ടോ? ശുചിമുറിക്ക് വേണ്ടാണ് ഞാൻ പഞ്ചായത്തിൽ പോയത്. അത് 30 യൂണിറ്റിന്റെ ശുചിമുറി ഉണ്ടാക്കാൻ അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ പോയപ്പോഴാണ് ഒരു കുട്ടിന്റെ ഭക്ഷണത്തിലേക്ക് ഇത് വീണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുട്ടികളെല്ലാം കൂടെ പുറത്തേക്ക് ചാടിയത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടികൾ പുറത്ത് ചാടിക്കഴിഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടികൾ പുറത്തെത്തിക്കഴിഞ്ഞു. ഇതായിട്ട് ഏതായാലും ഈ സ്കൂൾ അധ്യാപകനാണ് നമ്മളും. ഉണ്ട്. നിലവിൽ ഈ
അധ്യാപകൻ പറയുന്നത് നേരത്തെ പല തവണ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇതാണ് പുഴുവുള്ള ഭക്ഷണം, അതൊന്ന് കാണിക്കാവോ? ഇത് ഇന്നാണോ? ഇന്ന് രാവിലെയാണോ? ഞങ്ങള് രാവിലെ ഒരാളെ മേല് വീണ്ട് ഞങ്ങൾ മിണ്ടാണ്ടിരുന്ന് ഞങ്ങളോട് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിന് ഇരുന്നവനെ കഴിക്കണേനിടയ്ക്ക് അത് വീഴാണ്. അപ്പൊ ഞങ്ങൾ അത് ഞങ്ങൾ അത് കഴിക്കുകയാണോ വേണ്ടത്? ഞങ്ങൾ കുറേ കംപ്ലൈന്റ് പറഞ്ഞു, കുറെ ഞങ്ങൾ മലപ്പുറത്തേക്ക് എഴുതാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്ത്. പക്ഷെ ഒക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷെ നേരത്തെ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നോ? ഇത് മേലിട്ട് വീണിട്ടുണ്ട്. ഒരു കുട്ടിന്റെ കൈന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് പൊള്ളികള്. പക്ഷെ ആ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, പേടി കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ തോന്നി. അത് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഒറ്റക്കെട്ടായി തന്നെ ഇറങ്ങിക്കണത്. വരുന്നത് ഇവിടെ ഉള്ളില് പാന്റിലൊക്കെയാണ് കയറുന്നത്, പുഴു ഉള്ളിലൊക്കെ അടിച്ച് കയറണേ. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങള് കംപ്ലൈന്റ് ചെയ്തപ്പോ അവര് ഞങ്ങൾ ക്ലാസ് ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങള് ആ ക്ലാസ്സിൽ ഞങ്ങൾ 65 കുട്ടികള് 65 കുട്ടികൾ ഞങ്ങൾ തിങ്ങിരിക്കണത്. ഞങ്ങൾ എന്താ ഗേൾസ് ആയതുകൊണ്ടാണ് അത്രക്ക് ഇത്. ഞങ്ങൾക്കത് ഞങ്ങളോട് പറയുന്നത് ശബ്ദം ഉയർത്തരുതെന്നാ. ഈ സമൂഹം ഞങ്ങളോട് പറയണത് എന്താ? ഗേൾസ് ശബ്ദം ഉയർത്തുന്ന അതന്നെ പി ടി എ ഞങ്ങളോട് പറയണേ ശബ്ദം ഉയർത്തരുതെന്ന്. ഒരു നല്ല ബാത്റൂം സൗകര്യം ഉണ്ടാകാൻ ഞങ്ങൾ ഇവിടെ ചോദിക്കണത്. ഞങ്ങളെ ബാത്റൂം നിങ്ങൾ പോയി കണ്ടോളൂ, ഞങ്ങൾ കാണിച്ചു തരാം. പുറത്തിറങ്ങിയതിന് മിസ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ടീച്ചർ എന്നാണ്. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാണ് മിസ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ബാത്റൂം കാണിച്ചു തരാം. എല്ലാ ക്ലാസ് റൂമിന്റെ അവസ്ഥകൾ കാണണം. നിറയെ പുഴു എലികളൊക്കെ ഇങ്ങനെ നടക്കണം. അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാ ഞങ്ങൾ പഠിക്കണം. ഞങ്ങൾ ബാക്കിയുള്ളവരെ മാതിരി പഠിച്ചു വിടത്തിയവരാണ്. ഇത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? ക്ലാസ് റൂം നിങ്ങളാണ്ട് വൃത്തിയാക്കിയത്. 2 ക്ലാസ് റൂം വൃത്തിയാക്കി. ഞാൻ പറയാം എലിക്കുട്ടിയോളെ ഇതെന്താ മൃഗശാല അതോ മനസ്സിലെടുക്കുന്ന ക്ലാസ് ആണോ? വെറുതെ ഒരു പണി ഇവര് ചെയ്യണില്ല. ഞങ്ങളാണ് ഇവിടെ വൃത്തിയാക്കണത്. ബാത്റൂം ഇവിടെ MLA വരുന്നുണ്ട്, ഇത് പറഞ്ഞാൽ മാത്രമാണ് ബാത്റൂം വൃത്തിയാക്കിയത്. അല്ലെങ്കിൽ ബാത്റൂം ആ ക്ലാസ് റൂം ഒന്ന് പോയി നോക്കൂ. അപ്പൊ കാണാൻ അതിന്റെ അകത്ത് കയറി നിങ്ങളെ ഓടി കാണണം. എന്താണ് ഇന്റെ അമ്മക്ക് ഇവിടെ പഠിച്ചു വരും. ഇന്റെ അമ്മ എന്താ പറയുന്നത്? ഞാൻ വന്നപ്പോൾ ഈ ബിൽഡിംഗ് ഇങ്ങനെ തന്നെ ഒരു മാറ്റിയാത്ത ബിൽഡിംഗ്. ഇവിടെ 3 ബാച്ച് ഉണ്ട്. HSC, ഹയർ സെക്കൻഡറി, VHSC. ഇതിൽ VHSCക്ക് നല്ല റൂഫിംഗ് ചെയ്ത ബിൽഡിംഗ്, അതേപോലെ HSCക്ക് റൂഫിംഗ് ചെയ്ത ബിൽഡിംഗ്. ഞങ്ങൾ ഹയർ സെക്കൻഡറിക്ക് ഓടിട്ട പൊളിഞ്ഞ പുഴുള്ള ബിൽഡിംഗ് ആണ്. ഇവിടെ ഞങ്ങൾ 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഇവിടെ ഒരു ഇതുമില്ലേ? എത്ര HSCക്കാരും ഹയർ സെക്കൻഡറിക്കാരും നല്ല നല്ല ബിൽഡിംഗ് എടുക്കും. ഞങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പൊളിഞ്ഞാടിയ ബിൽഡിങ്ങും അവിടെ ഇവിടെ ഇത് പൊളിഞ്ഞു പൊട്ടി ബിൽഡിംഗ് ഒക്കെ തരുന്നത്. കൊറേ കംപ്ലൈന്റ് ചെയ്തതാണ് ഞങ്ങള്. കുറച്ചൊന്നല്ല സാർ, കൊറേ കംപ്ലൈന്റ് ചെയ്തിക്കണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ്. അവരുടെ ആവശ്യം ന്യായമാണെന്ന് തന്നെ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ സ്കൂളിൽ കയറാനുള്ള അനുമതി നമുക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ സ്കൂളിലെ അവസ്ഥ എല്ലാം ചിത്രീകരിക്കുന്നതിന് വേണ്ടി കയറാൻ ശ്രമിച്ചിരുന്നെങ്കിലും അധ്യാപകർ അനുനയത്തിനൊന്നും വഴങ്ങുന്നില്ല.